നീ അങ്ങോട്ട് നോക്കി. നേതാക്കന്മാരും ചെയ്തില്ല. ഞങ്ങൾ ചെയ്തത് മുഴുവൻ തന്നെ UGC അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുത്തു. കാരണം ധാരാളം ആളുകൾ നരേന്ദ്രമോദിയോടൊപ്പം സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് പറ്റാത്തവർക്ക് അങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നു. നരേന്ദ്രമോദിജിയുടെ പ്രത്യേകത എന്താ? പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തുന്ന നേതാവല്ല, അദ്ദേഹം പ്രഖ്യാപനങ്ങൾ പ്രാവർത്തികമാക്കുന്ന നേതാവാണ്. ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിട്ട് കഷത്തിൽ നീര് വീഴും. മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പ്രശ്നം, കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം, ആ നേതൃത്വത്തിൽ കുറേ പേരെങ്കിലും ഈ മത തീവ്രവാദികളെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണക്കുന്നവരാണ്. ലീഗിന്റെ നേതൃത്വത്തിലോ ഉണ്ടല്ലോ, എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ള ചില ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അതൊന്നും മുസ്ലിം ഭീകരവാദികളായിട്ട് തീവ്രവാദികളായിട്ട് കണക്കാക്കപ്പെടുന്ന ആളുകളെ ഇവൻ ഇവിടെ നിന്ന് ജനിക്കേണ്ടവനേ അല്ല, പിന്നെ ജനിക്കേണ്ടവനേ അല്ല. അതിനകത്ത് ഭീകരവാദികളും അതിനെ പിന്തുണക്കുന്നവരും പിന്തുണക്കാത്തവരും ചില സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരടക്കം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് സൗഹൃദം ഉണ്ടാക്കിയാൽ അവർക്കും പ്രശ്നമാണ്. ധാരാളം ഇടനിലക്കാർ ഈ ഹജ്ജ് തീർത്ഥാടകരെ വലിയ തുക അവരിൽ നിന്ന് ഈടാക്കി ചൂഷണം ചെയ്യുന്ന ഒരു കച്ചവടമാക്കി മാറ്റുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്നു. എന്നിട്ട് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നതിന് ശേഷമാണ് അതിന് പരിപൂർണമായിട്ടും ഒരു ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ട് ഹജ്ജിൻ്റെ പേരിൽ ആരും ചൂഷണത്തിന് ഇരയാവുന്ന സാഹചര്യം ഉണ്ടാവരുത്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ.